ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിന്റെ സ്ലീവും അതുപോലെ തന്നെ ചൂരിദാറിന്റെ സ്ലീവും കട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ബോഡി മെഷർമെന്റിനനുസരിച്ച് നമ്മുടെ ബ്ലൗസും അതുപോലെ തന്നെ ചൂരിദാറും കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനനുസരിച്ച് നമ്മുടെ ആം ഹോളും കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതൊരു പീസിൽ കണ്ടോ, ഈ നമ്മൾ ആദ്യം കാണിച്ചത് നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു വരുന്നത്. അതിനുശേഷം നമുക്ക് ചൂരിദാറിന്റെ സ്ലീവും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തുണിയെ ആദ്യം നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് കൊടുക്കും. നമ്മുടെ കൈയുടെ താവ് വശമൊക്കെ മടക്കി തയ്ക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈനിങ് പീസുമായി കൂട്ടി യോജിപ്പിക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ നിന്ന് 10.5 ഇഞ്ച്. അതുപോലെ ഇവിടെയും നമ്മൾ 10.5 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയും. ഇനി നമ്മൾ നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മളിത് ചെസ്റ്റ് അളവ് 35 ബ്ലൗസിന്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് അളവിന്റെ 10 ഭാഗം നമ്മളിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിക. ഇനി നമ്മുടെ കൈയുടെ ആം ഹോളിന്റെ ഭാഗത്ത് കൊടുക്കുന്ന ലൂസാണ് മാർക്ക് ചെയ്തത്. അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4 ഭാഗം 8.25. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 7.25 ഇഞ്ച് കിട്ടും. ഈ ഒരു 7.25 ഇഞ്ചാണ് നമ്മൾ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ചുകൊണ്ട്, ടേപ്പ് പിടിക്കുന്നത് ശ്രദ്ധിക്കണം, ഇതുപോലെ കറക്റ്റ് ക്രോസിലാണ് നമ്മൾ ടേപ്പ് പിടിക്കുന്നത്. പിടിച്ച് നമ്മൾ 7.25 മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. അല്ലോ, ഇതുപോലെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. ഇനി കൈയുടെ താവ് വശത്തുള്ള ലൂസ് നമുക്കത് 11 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കും. കേട്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരയുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ടൊക്കെ വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൗണ്ടൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നമ്മളെ ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്തത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ വശത്തും ഒരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. ഇതുപോലെ നിവർത്തി വെക്കും. ഇനി നമ്മൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കുഴിച്ച് ഫ്രണ്ട് പീസിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. കേട്ടോ, ഈ ഒരു മാർക്ക് വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കേട്ടോ, ഈ ഒരു മാർക്കിലേക്ക് കേട്ടോ ഇതുവരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഇതുപോലെ കറക്റ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ബാക്ക് പീസിൽ നിന്ന് ഒന്ന് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ചൂരിദാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു തുണിയിൽ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് ചൂരിദാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമുക്കിതൊരു കരവശമാണ്. ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലൈനിങ് പീസ് കൂട്ടി തയ്ക്കുവാൻ വേണ്ടി കൈയുടെ താവ് വശം വരുന്ന ഭാഗമാണിത്. മടക്കി തയ്ക്കാൻ ഒരു 1/2 ഇഞ്ച്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് കൊടുത്ത പോലെ തന്നെ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക. ഇനി നമ്മളിത് 35 ചെസ്റ്റ് അളവുള്ള അതേപോലെയുള്ള ഒരു ബോഡി അളവിൻ്റെതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ 10 ഭാഗം നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിന് എടുത്തതുപോലെ തന്നെ 10 ഭാഗമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈയുടെ ലൂസ്, തോൾ വശത്തുള്ള ലൂസ്, അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ
നാലിലൊരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ച്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെയും വെക്കുന്നത്. 35ൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് 8.25 ഇഞ്ച്, അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ടാപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ 8.25 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഇനി കൈയുടെ താവോസുള്ള ലൂസ് എത്രയാണോ അതിൻ്റെ നേർപകുതി മാർക്ക് ചെയ്യുക. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു കണ്ടോ. അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ വരഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഷേപ്പിൽ വരഞ്ഞെടുക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ചൂരിദാറിൻ്റെ സ്ലീവിൻ്റെ മാർക്കിങ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. ഇനി ഇവിടെയും നമ്മൾ 1.25 ഇഞ്ച് കണ്ടോ, നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിന് കൊടുത്ത പോലെ തന്നെ 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലൊരു പീസ് ഫ്രണ്ട് ഭാഗത്ത് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നേരെ വെച്ച് കണ്ടോ, ഇതുപോലെ വെച്ച് ഈ ഒരു ബാക്ക് പീസിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ചൂരിദാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇത് നമ്മുടെ ബ്ലൗസ് സ്ലീവാണ്. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ആം ഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത്. എന്നാൽ നമ്മുടെ ചൂരിദാറിൻ്റെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്ലീവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കട്ടിംഗ് വീഡിയോ കണ്ട് നിങ്ങൾ നമ്മുടെ ബ്ലൗസിൻ്റെയും ചൂരിദാറിൻ്റെ ഒക്കെ കട്ടിംഗ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.